ഉല്പത്തിപ്പുസ്തകം അദ്ധ്യായം 46. അനന്തരം യിസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ട് ബേർശേബയിലെത്തി തന്റെ പിതാവായ യിസ്ഹാക്കിന്റെ ദൈവത്തിന് യാഗം കഴിച്ചു. ദൈവം യിസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ സംസാരിച്ചു. യാക്കോബേ, യാക്കോബേ എന്നു വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവിടുന്ന്, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ. ഈജിപ്റ്റിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ടാ, അവിടെ ഞാൻ നിന്നെ വലിയ ജനതയാക്കും എന്ന് അരുളിച്ചെയ്തു. ഞാൻ നിന്നോടുകൂടെ ഈജിപ്റ്റിലേക്ക് പോരും, ഞാൻ നിന്നെ മടക്കിവരുത്തും. യോസേഫ് സ്വന്ത കൈകൊണ്ട് നിന്റെ കണ്ണ് അടയ്ക്കും എന്നും അരുളിച്ചെയ്തു. പിന്നെ യാക്കോബ് ബേർശേബയിൽ നിന്ന് പുറപ്പെട്ടു. യിസ്രായേലിന്റെ പുത്രന്മാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ ഫറവോൻ അയച്ച രഥങ്ങളിൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കയറ്റി കൊണ്ടുപോയി. തങ്ങളുടെ ആടുമാടുകളെയും കനാൻദേശത്തുവെച്ച് സമ്പാദിച്ച സമ്പത്തുകളെയും കൊണ്ടുപോയി. അങ്ങനെ യാക്കോബും സന്തതികളുമെല്ലാം ഈജിപ്റ്റിൽ എത്തി. അവന്റെ പുത്രന്മാർ, പുത്രന്മാരുടെ പുത്രന്മാർ, തന്റെ പുത്രന്മാർ, പുത്രന്മാരുടെ പുത്രിമാർ എന്നിങ്ങനെ തന്റെ സന്തതികൾ എല്ലാവരെയും കൂട്ടി ഈജിപ്റ്റിലേക്ക് കൊണ്ടുപോയി. ഈജിപ്റ്റിൽ വന്ന യിസ്രായേൽ മക്കളുടെ പേരുകൾ ഇവയാണ്: യാക്കോബും അവന്റെ പുത്രന്മാരും. യാക്കോബിന്റെ ആദ്യജാതനായ രൂബേൻ. രൂബേന്റെ പുത്രന്മാർ ഹനോക്, പല്ലൂ, ഹെസ്രോൻ, കർമ്മി. ശിമെയോന്റെ പുത്രന്മാർ യെമൂവേൽ, യാമീൻ, ഓഹദ്, യാഖീൻ, സോഹർ. കനാന്യക്കാരിയുടെ മകനായ ശൌൽ. ലേവിയുടെ പുത്രന്മാർ ഗർശോൻ, കെഹാത്ത്, മെരാരി. യെഹൂദയുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ശേല, പെരസ്, സേരഹ്. എന്നാൽ ഏർ, ഓനാൻ എന്നിവർ കനാൻദേശത്തുവെച്ചു മരിച്ചുപോയി. പേരെസിന്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ. യിസ്സാഖാരിന്റെ പുത്രന്മാർ തോല, പൂവ, യോബ്, ശിമ്രോൻ. സെബൂലിന്റെ പുത്രന്മാർ സേരത്ത്, ഏലോൻ, എഹ്ലേയേൽ. ഇവർ ലേയായുടെ പുത്രന്മാർ. അവൾ അവരെയും യാക്കോബിന്റെ മകളായ ദീനയെയും അവന് പദ്ദൻഅരാമിൽ വെച്ച് പ്രസവിച്ചു. അവന്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം കൂടി 33 പേർ ആയിരുന്നു. ഗാദിന്റെ പുത്രന്മാർ സിഫ്യോൻ, ഹഗ്ഗി, ശൂനി, എസ്ബോൻ, ഏരി, അരോദി, അരേലി. ആശേരിന്റെ പുത്രന്മാർ ഇമ്ന, ഇശ്വ, ഇശ്ശി, ബെരീയ. ഇവരുടെ സഹോദരി സേരഹ്. ബെരീയാവിന്റെ പുത്രന്മാർ ഹേബർ, മൽക്കീയേൽ. ഇവർ ലാബാൻ തന്റെ മകളായ ലേയയ്ക്ക് കൊടുത്ത സില്പയുടെ പുത്രന്മാർ. അവൾ യാക്കോബിന് ഈ 16 പേരെ പ്രസവിച്ചു. യാക്കോബിന്റെ ഭാര്യയായ റാഹേലിന്റെ പുത്രന്മാർ യോസേഫ്, ബെന്യാമീൻ. യോസേഫിന് ഈജിപ്റ്റ് ദേശത്ത് മനശ്ശെയും എഫ്രയീമും ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫേറയുടെ മകളായ ആസ്നത്ത് അവന് പ്രസവിച്ചു. ബെന്യാമീന്റെ പുത്രന്മാർ ബേല, ബേഖർ, അശ്ബേൽ, ഗേര, നാമാൻ, ഏഹി, രോശ്, മുപ്പീം, ഹുപ്പീം, അർ. ഇവർ റാഹേൽ യാക്കോബിന് പ്രസവിച്ച പുത്രന്മാർ. എല്ലാം കൂടെ 14 പേർ. ദാന്റെ പുത്രൻ ഹൂശീം. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സേൽ, ഗൂനി, ഏസർ, ശില്ലേം. ഇവർ ലാബാൻ തന്റെ മകളായ റാഹേലിന് കൊടുത്ത ബിൽഹായുടെ പുത്രന്മാർ. അവൾ യാക്കോബിന് ഇവരെ പ്രസവിച്ചു. എല്ലാം കൂടെ 7 പേർ. യാക്കോബിന്റെ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ അവനിൽ നിന്ന് ജനിച്ചവരായി അവനോടുകൂടെ ഈജിപ്റ്റിൽ വന്നവർ ആകെ 66 പേർ. യോസേഫിന് ഈജിപ്റ്റിൽ വെച്ച് ജനിച്ച പുത്രന്മാർ 2 പേർ. ഈജിപ്റ്റിൽ വന്നവരായ യാക്കോബിന്റെ കുടുംബം ആകെ 70 പേർ. എന്നാൽ ഗോശെനിലേക്ക് യാക്കോബിന് വഴി കാണിക്കേണ്ടതിന് യാക്കോബ് യെഹൂദയെ യോസേഫിന്റെ അടുക്കൽ മുൻകൂട്ടി അയച്ചു. ഇങ്ങനെ യാക്കോബും സന്തതികളും ഗോശെൻ ദേശത്ത് എത്തി. യോസേഫ് രഥം കെട്ടിച്ച് അപ്പനായ യിസ്രായേലിനെ എതിരേൽക്കുവാൻ ഗോശെനിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കരഞ്ഞു. യിസ്രായേൽ യോസേഫിനോട്, നീ ജീവനോടിരിക്കുന്നു എന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ യോസേഫ് സഹോദരന്മാരോടും അപ്പന്റെ കുടുംബത്തോടും പറഞ്ഞത്, ഞാൻ ചെന്ന് ഫറവോനോട്, കനാൻ ദേശത്തുനിന്ന് എന്റെ സഹോദരന്മാരും അപ്പന്റെ കുടുംബവും എന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് അറിയിക്കും. അവർ ഇടയന്മാർ ആകുന്നു. കന്നുകാലികളെ മേയിക്കുന്നത് അവരുടെ തൊഴിൽ. അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളത് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഫറവോനോട് പറയും. അതുകൊണ്ട് ഫറവോൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ, അടിയങ്ങൾ ബാല്യം മുതൽ ഇന്നുവരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകന്മാരാകുന്നു എന്ന് പറയുവീൻ. എന്നാൽ ഗോശെനിൽ വസിക്കുവാൻ നിങ്ങളെ അനുവദിക്കും. ഇടയന്മാരെല്ലാം ഈജിപ്റ്റുകാർക്ക് വെറുപ്പല്ലോ.